7,000 രൂപയ്ക്ക് പകരം 5,000 രൂപ തന്നാൽ എങ്ങനെയാ സാറേ? അതേ സാറിന് സ്ഥിരപ്പാടാ, അത്രേ തരൂ. ഡോ കിട്ടിയതും വാങ്ങിച്ചങ്ങ് പോയാൽ മതി. ചെറിയൊരു കമ്മീഷനേ നിന്നെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ഞങ്ങൾക്കും വേണം. 7,000 രൂപയ്ക്ക് 2,000 രൂപ കമ്മീഷനോ? ഇതെന്ന് ന്യായം? ഞങ്ങൾ ചോര നീരാക്കി ജോലി എടുക്കുന്നതാ. ഞങ്ങളുടെ പിച്ചച്ചട്ടിയിൽ സാറ് കൈയിട്ട് വരുന്നത് ശരിയല്ല. എടോ അധികം ചെലക്കണ്ട. ഞാനൊക്കെ മനസ്സ് വെക്കുന്നത് കൊണ്ടാ നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഇവിടെ ജോലി കിട്ടുന്നത്. ഒരിക്കലും അല്ല. സുരാജ് മുതലാളിയാണ് ഞങ്ങൾക്ക് ജോലി തന്നത്. ഞങ്ങളെ പുറത്തേക്കാൻ അധികാരവും അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വെറും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. 7,000 രൂപയ്ക്ക് 500 രൂപ കമ്മീഷൻ എടുത്തോ. 2,000 പറ്റില്ല. ആ ആദിത്യ വർമ്മ സാറേ എന്റെ മകന്റെ ചികിത്സയ്ക്കായിട്ട് 3,000 രൂപ വെറുതെ തന്നത്. വർമ്മ സാർ ഒരു ദൈവം പോലത്തെ മനുഷ്യനാ. അതെ അതെ, നമ്മുടെ കഷ്ടകാലത്തിന് ഇന്ന് അദ്ദേഹം ഈ സൈറ്റിൽ ഇല്ലാതെ പോയി. സാറ് വരുന്നു. ഉണ്ണിയേട്ടാ, മോന് സുഖായോ? ഇന്നലെ ഡിസ്ചാർജ് ആയി സാർ. ഈ രാജു സാറ് 7,000 രൂപയ്ക്ക് വെറും 5,000 രൂപ തന്നുള്ളൂ. സാർ ഒന്ന് പറയും. എന്റെ രാജ, നമുക്ക് നല്ല ശമ്പളം കമ്പനി തരുന്നില്ലേ? പിന്നെ ഈ കൈക്കൂലിയുടെ വല്ല ആവശ്യമുണ്ടോ? നീ എന്നെ പഠിപ്പിക്കണ്ട. നിന്നേക്കാൾ 15 വർഷം സീനിയറാണ് ഞാൻ. വേണ്ട, ഞങ്ങൾ സൂരജ് മുതലാളിയോട് നേരിട്ട് പറഞ്ഞോളാം. നോക്ക്, സൂരജ് മുതലാളി എങ്ങനെ ഇത് അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഗുരുവിന്റെ ശിഷ്യന്റെ പണി അതോടെ പോവും. നാശം പിടിച്ച്. എന്നാ തന്റെ രൂപ. നന്ദിയുണ്ട് സാറേ. ഓക്കെ. ആദിത്യവർമ്മയില്ലേ? വിളിക്ക്. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ ആദിത്യവർമ്മയുടെ മൂത്ത സഹോദരനാ. അയ്യോ സോറി ട്ടോ, ഞാൻ അറിഞ്ഞില്ല. ചേട്ടൻ ഇപ്പൊ എത്തും, കയറി ഇരുന്നോളൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വിവാഹ ദിവസം ഞാൻ നിങ്ങളെ ഒരുപാട് അന്വേഷിച്ചിരുന്നു. എന്തോ തിരക്കാരണം വരില്ലാന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. തിരക്കായത് കൊണ്ടൊന്നുമല്ല, ഞാൻ ബോധപൂർവം വരാതിരുന്നതാ. നിന്നെപ്പോലെ ഒരു അനാഥയെ ആദിത്യ വിവാഹം കഴിക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാം എതിർപ്പായിരുന്നു. ചേട്ടനോ? വരൂ, ആത്തിരിക്കാം. വേണ്ട വേണ്ട, നീയേ ഒരു സഹായം ചെയ്യണം. പണത്തിന്റെ സഹായം ഒഴിച്ച് ചേട്ടൻ എന്ത് സഹായം വേണേലും ചോദിച്ചോ, ഞാൻ ചെയ്തു തരാം. ഇപ്പോഴേ 4 ലക്ഷം രൂപ ചേട്ടൻ എനിക്ക് തരാനുണ്ട്. നീ 1 ലക്ഷം രൂപ കൂടി എനിക്ക് താ. 5 ലക്ഷം രൂപ റൗണ്ടപ്പ് ആക്കാലോ? നോ, ചുമ്മാ വെള്ളം അടിച്ച് നശിപ്പിക്കാനല്ലേ. ഞാൻ തരില്ല. ഉറപ്പാണോ? ആ, ഉറപ്പ്. ആ രേഖേ, ഈ പോയതാണ് എൻ്റെ ഏക സഹോദരൻ. അച്ഛൻ്റെ ആദ്യ ഭാര്യയുടെ മകനാ. പക്ക ഒരു യൂസ്ലെസ് ഫെല്ലോ. എന്തിന്, കഴിഞ്ഞ ആഴ്ച നടന്ന നമ്മുടെ കല്യാണത്തിന് പോലും ആള് വന്നില്ല. എന്തുപറ്റി? ആകെ ഒരു മൂഡ് ഔട്ട്. ഏയ് ഒന്നുമില്ല, ചേട്ടൻ വാ. പോകുന്നു കണ്ട. എടാ, ഇതിനെയൊക്കെ ഒരാഴ്ച കൊണ്ട് ഞാൻ വളച്ചെടുക്കും. നീ നോയിക്കോ. എടി, നിനക്ക് ശമ്പളം കിട്ടിയില്ലേ? ഇല്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആഹാ, താനെന്താടാ ഇവൾക്ക് ശമ്പളം കൊടുക്കാത്ത? ഇവൾക്കേ ഇന്നലെ ഞാൻ 7,000 രൂപ എണ്ണി കൊടുത്തത്. അത് ശരി, അപ്പൊ നീ എന്നോട് കളവ് പറഞ്ഞതാ അല്ലേ? ഇങ്ങോട്ട് വാടി. വിട് വിട്. നോ, തൊഴിലാളികൾ ആരും ഇതിലോടണ്ട. നിങ്ങൾ നിങ്ങളെ പണിയെടുക്ക്. പ്ലീസ്, ഇത് എന്റെ അമ്മാവന്റെ മകനാണ്. പക്ക ക്രിമിനലാണ് സർ. ഇയാളെ പിടിച്ച് ഈ സൈറ്റ് ഒന്ന് പുറത്താക്കണം. അവനെ മാത്രമല്ല, നിന്നെ കൂടി പിടിച്ച് പുറത്താക്കാനാ ഞാൻ പോകുന്നത്. മനസ്സിലായോ? വെറുതെ നിന്റെ ജോലി കളയണ്ട. വേഗം എനിക്കൊരു 2,000 രൂപ തന്നേ, ഞാൻ പൊക്കോളോ. ഇല്ല, ഒരു 5 പൈസ പോലും എനിക്ക് ഞാൻ തരില്ല. എന്താടി പറഞ്ഞ? വേണ്ട സാർ, വേണ്ട വേണ്ട.
എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ, 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 ആ. ആദിത്യവർമ്മ തടയുന്നൊന്നും ആർക്കും നൽകാനാവില്ല. ആദിത്യവർമ്മ നൽകുന്നൊന്നും ആർക്കും തടയാനാവില്ല. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ 1 വഴി. അതാണ് ആദിത്യവർമ്മയുടെ വഴി. ഉഡായിപ്പ് കളിക്കല്ലേ, പണി പാളും. കീപ് ഇൻ മൈൻഡ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഫോൺ ചെയ്ത് കഴിഞ്ഞില്ലേ? ഞാൻ എയർപോർട്ടിൽ 2 മണിക്കൂർ മുമ്പേ എത്താം. ഓക്കെ. ആ മോളെ, ഉം. നമ്മുടെ ഹണിമൂൺ ബാങ്കോക്കിൽ വെച്ചാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ടിക്കറ്റ് എല്ലാം കൺഫേം ആയി. അടുത്ത തിങ്കളാഴ്ച മുതൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് ചിങ്ക ചിക്ക ചാ. ഈ ഹണിമൂണിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ചേട്ടാ. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സത്യത്തിൽ ഞാൻ കഴിഞ്ഞിരുന്ന അനാഥാലയത്തിൽ വന്ന് നിങ്ങൾ കുറേ പെൺകുട്ടികളെ കണ്ടു. എന്നെ ഇഷ്ടപ്പെട്ടു, വിവാഹവും കഴിച്ചു. പക്ഷെ നിങ്ങളുടെ കുടുംബക്കാർക്ക് ഈ രീതിയോട് തീരെ താല്പര്യമില്ലായിരുന്നല്ലേ? ഓ, എന്ത് കുടുംബക്കാര്! അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ ആകെ ഒരു അങ്കിളുണ്ട്. അദ്ദേഹത്തിന്റെ ആശീർവാദവും അനുഗ്രഹവും നമ്മുടെ വിവാഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോരെ. എങ്കിലും ഞാൻ കാരണം. നോക്ക്, നീ വെറുതെ എന്റെ മൂഡ് കളയരുത്. എന്ത് മൂട്? ഈ മൂഡ്. ഇത് ആദിത്യവർമ്മയുടെ വീടല്ലേ? അയാളൊന്ന് വിളിക്ക്. ചേട്ടൻ എത്താറാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആരാ? ജീവൻ വേണമെങ്കിൽ ആഭരണങ്ങൾ ഊരിത്തന്നോ, അതാ നല്ലത്. അയ്യോ അയ്യോ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ. ഡീ, നിൽക്ക്. ഡീ, നിൽക്ക് അവിടെ. ഇവൻ എന്റെ വീട്ടിൽ വന്നു. ഇനി എന്റെ വീട്ടിൽ വന്നാലുണ്ടല്ലോ. മോളെ, എന്താ ഇത്? വാ, നമുക്കൊരു ആശുപത്രിയിലേക്ക് പോവാ. ഇനി അതിന്റെ ആവശ്യമില്ല ചേട്ടാ. വിവാഹം കഴിഞ്ഞ് ഒരു 10 ദിവസമേ ആയുള്ളൂ. ചേട്ടൻ എനിക്ക് ആയുസ്സിന് സ്നേഹവും സന്തോഷവും തന്നു. നന്ദി. നിനക്കൊന്നും വരില്ല. നന്ദി. വാ, നോക്ക്. വാ, രേഖ, രേഖ. ആദിത്യവർമ്മ പൂർണ്ണമായും നോർമൽ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടി ഇവിടെ കിടക്കേണ്ടി വരും. ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ പോരെ? അത് വേണ്ട, ഇവിടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയി ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ, ആദിത്യ ഒന്ന് പുറത്തിരിക്കും. ഓക്കെ ഡോക്ടർ. ഇതിപ്പോ 2ാം തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആദിത്യ കൊണ്ട് എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിപ്പിക്കണം. സ്നേഹിച്ചവരെല്ലാം നഷ്ടപ്പെടുന്നതാണ് ആദിത്യയുടെ പ്രശ്നം. ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല. അതല്ല, ഒരിക്കൽ കൂടി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ പിന്നെ ഒരിക്കലും ആദിത്യ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല. വളരെ ശ്രദ്ധിക്കണം. ഇന്നലെ രാത്രി ഞാൻ 40 അക്ക അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഓ, ദേ രാജ് സാറേ, ആ. ദേ സൂരജ് മുതലാളി വരുന്നു. മുതലാളി വല്ല പെണ്ണ് കേസ് വരുമ്പോൾ മാത്രമേ അങ്ങർക്ക് എന്നെ ഓർമ്മ വരികയുള്ളൂ. ആ, എന്തൊക്കെയുണ്ട് രാജാ? സർ, നമ്മുടെ ആദിത്യവർമ്മ നോക്കിയിരുന്ന സൈറ്റിലൊന്നും ജോലി നടക്കുന്നില്ലെന്ന് കേട്ടു. ആ, ഭാര്യ മരിച്ചതിൽ പിന്നെ ആള് കുറച്ചു ദിവസം സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. പാവം. ആശുപത്രിയിലല്ല, ഭ്രാന്താശുപത്രിയിലാ. ഛേ, അങ്ങനെയൊന്നും പറയരുത്. അസുഖം മാറി കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇന്ന് സൈറ്റിൽ അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞത്. ഭ്രാന്ത് മാറി വരുമ്പോഴേ പഴയതുപോലെ സ്മാർട്ട് ആകണമെന്നില്ല. ഏത്? നമ്മുടെ കമ്പനിയിലെ 100-ലധികം എഞ്ചിനീയർമാരിൽ ഏറ്റവും ബുദ്ധിയും കഴിവുമുള്ള എഞ്ചിനീയർ ആദിത്യവർമ്മ തന്നെയാണ്. അപ്പോ
15 വർഷം പരിചയമുള്ള എന്നേക്കാൾ ബെറ്റർ ആണ് 1 വർഷം പരിചയമുള്ള ആദിത്യവർമ്മ. അതിലെന്താ സംശയം? അയാളെ ഏൽപ്പിച്ച എല്ലാ സൈറ്റും എനിക്ക് വൻ ലാഭമാണ്. മാത്രമല്ല യാതൊരു കംപ്ലൈന്റും ആരിൽ നിന്നുമില്ല. ഓ അങ്ങനെ. ഹലോ. സാറേ സുഖമായോ? ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നു. വർമ്മയ്ക്ക് പൂർണ്ണമായും സുഖമായോ? ഓ സുഖമായി സാർ. എങ്കിൽ നമുക്ക് നിർത്തിവെച്ച സൈറ്റിലെ ജോലികളെല്ലാം നാളെ മുതൽ ആരംഭിച്ചാലോ? ഓ ഞാനെപ്പോഴേ റെഡി. പാളയത്തിനടുത്തുള്ള നമ്മുടെ 25 നിലയുടെ ഫ്ലാറ്റിന്റെ ജോലി ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് ഏൽപ്പിക്കുകയാണ്. എന്താ? ഓക്കെ സാർ. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ജോലി ഇപ്പോഴേ നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എക്സ്ട്രാ അലവൻസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അത് എത്രയായാലും ഞാൻ തന്നിരിക്കും. പോരെ? അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിലെ ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്കൾ ശരിക്കും എൻ്റെ ഒരു അസറ്റാണല്ലോ.